വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക 128 സങ്കീർത്തനമാണ്. ദൈവഭക്തന് അനുഗ്രഹം. ഇതൊരു ആരോഹണ ഗീതമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ 128 സങ്കീർത്തനം. 128 സങ്കീർത്തനം വലിയ ജ്ഞാനത്തിൻ്റെ സങ്കീർത്തനമാണ്, വലിയ സമൃദ്ധിയുടെ സങ്കീർത്തനമാണ്. എൻ്റെ ജീവിതത്തോട് ചേർത്തിരിക്കുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൈവയ്ക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കരം ഞാൻ കാണുന്ന ഒരു സങ്കീർത്തനമാണ് 128 സങ്കീർത്തനം. കുഞ്ഞു കുഞ്ഞു വാക്കുകളിൽ, എന്നാൽ വലിയ വലിയ പ്രതീകങ്ങളിൽ ദൈവം കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. വലിയ വാഗ്ദാനങ്ങളല്ല, ആഴപ്പെട്ട ബോധ്യങ്ങളാണ് ഈ 128 സങ്കീർത്തനത്തിൽ നമുക്ക് തരുന്നത്. നീ കർത്താവിൻ്റെ അടുക്കലേക്ക് ഇരുന്നാൽ, കർത്താവിൻ്റെ കുഞ്ഞായിട്ട് വളരാൻ തുടങ്ങുമ്പോൾ കർത്താവ് എവിടേക്കൊക്കെ ഇറങ്ങി വരും. നിൻ്റെ വ്യക്തിജീവിതം മാത്രമല്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. 128 സങ്കീർത്തനം വായിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള 127 സങ്കീർത്തനം കൂടി നാം ചിന്തിക്കുന്നത് നല്ലതാണ്. 127 സങ്കീർത്തനം ഒരു നഗരത്തെക്കുറിച്ചും ഒരു വീടിനെക്കുറിച്ചും പങ്കുവെക്കുന്നെങ്കിൽ 128 സങ്കീർത്തനം ഒരു വീടിനെക്കുറിച്ചും ഒരു കുടുംബത്തെക്കുറിച്ചും പറഞ്ഞു വയ്ക്കും. അപ്പോൾ ഒരു കുടുംബമാണ് എല്ലാറ്റിനും അടിസ്ഥാനം. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്. ഞാനും നിങ്ങളുമൊക്കെ ഒരു കുടുംബത്തിലുള്ളവരാണ്. നിങ്ങളിൽ പലരും കുടുംബജീവിതം നയിക്കുന്നവരുമാണ്. അങ്ങനെയെങ്കിൽ കുടുംബജീവിതം നയിക്കുന്ന, കുടുംബത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗം എത്രമാത്രം സമീപസ്ഥനായി മാറും. സ്വർഗം ഏതൊക്കെ വഴികൾ, ഏതൊക്കെ വർണ്ണചിത്രങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരച്ചു ചേർക്കുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. കർത്താവിൻ്റെ വചനം നമ്മളിങ്ങനെ വായിക്കും. 128 സങ്കീർത്തനം. അതിലും ആകെ 6 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഏറ്റവും ആദ്യ സങ്കീർത്തനം പറഞ്ഞു വയ്ക്കുകയാണ്, കർത്താവിനെ ഭയപ്പെടുക. നീ കർത്താവിൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിലുള്ള പേടിയെക്കുറിച്ചല്ല പറയുക, ബഹുമാനപരമായൊരു ഭയപ്പാട്. എൻ്റെ കർത്താവിൻ്റെ കൈകളിൽ പിടിക്കാൻ എനിക്കൊരു വലിയ താല്പര്യം, ഒരു സ്നേഹം, ഒരിഷ്ടം. അതവൻ്റെ കൈകളിലിരിക്കാനും അവൻ്റെ മടിയിലിരിക്കാനും അവനോട് ചേർന്ന് കിടക്കാനും ഓരോ മക്കളും ഇന്ന് ആഗ്രഹിക്കണം. എൻ്റെ അപ്പനാണ് എൻ്റെ തമ്പുരാൻ, ഈ ഒരു ബോധ്യം എനിക്കുണ്ടാവണം. കർത്താവിനെ ഭയപ്പെടുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാനെന്ന്. കർത്താവിനെ അപ്പനാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവനോട് ചേർന്നിരിക്കാൻ നമുക്കിഷ്ടം തോന്നിത്തുടങ്ങും. പ്രിയപ്പെട്ടവരെ, വചനം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടാവട്ടെ. ഇത് ഒരു ദൈവഭക്തന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ, ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ്. ഏറെ നാളുകൾക്ക് മുമ്പ് ഞാനൊരു ചെറുപ്പക്കാരനുമായിട്ട് പരിചയപ്പെടാനിടയായി. ഏകദേശം 30 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ ഒരു വൈകുന്നേരം മഠത്തിലേക്ക് കയറി വന്നു. എന്നോട് ഇപ്രകാരം പറഞ്ഞു, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കുമോ, ദൈവഹിതം എന്താ എന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നിനക്കറിയേണ്ട ദൈവഹിതം? അവന് പറഞ്ഞു, ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ യുവജനങ്ങളെ കണ്ടുമുട്ടുമ്പോൾ, ചെറുപ്പക്കാരെ കണ്ടുമുട്ടുമ്പോൾ അവർ ആദ്യം പറയും, സിസ്റ്ററെ പരീക്ഷ പാസ്സാകാൻ, ജോലി കിട്ടാൻ, വിവാഹം നടക്കാൻ, ബിസിനസ് മെച്ചപ്പെടാൻ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള ചെറുപ്പക്കാരെ കണ്ടു നടക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ഇതാ വ്യത്യസ്തമായ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ദൈവഹിതം എന്തെന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തരുമോ എന്ന്. അവനെ അവിടെ അടുത്തിരുത്തിയിട്ട് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പം അറിയാൻ ആഗ്രഹിക്കുകയാണ്.
ഞാൻ അവനോട് ചോദിച്ചു, നീ എവിടെയാണ് താമസിക്കുന്നത്? വീടും സ്ഥലവുമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്ത് ജോലി ചെയ്യുന്നു? അവനൊരു കമ്പനിയുടെ പേര് പറഞ്ഞു. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു കമ്പനി. ആ കമ്പനിയുടെ മാനേജരായിട്ട് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ്റെ പ്രതിമാസ ശമ്പളം 2 ലക്ഷം രൂപയാണ്. അപ്പോൾ എനിക്ക് വീണ്ടും അവനെക്കുറിച്ച് അറിയാൻ ആകാംക്ഷ. പ്രതിമാസം ഈ ഇന്ത്യയിൽ 2 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ഒരു ചെറുപ്പക്കാരൻ ജോലി വേണ്ട എന്ന് വെക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടാകും. അതിനേക്കാൾ വിലപ്പെട്ടതായി തൻ്റെ കർത്താവിനെ അവൻ കണ്ടതുകൊണ്ട് എന്ന് ചിന്തിച്ചതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നീ പഠിച്ചത്? ഏതുവരെ പഠിപ്പിച്ചു? അപ്പോൾ അവൻ എന്നോട് പറയുകയാണ്, സിസ്റ്ററെ, എൻ്റെ കയ്യിൽ PGയുടെയോ ഡിഗ്രിയുടെയോ +2ൻ്റെയോ സർട്ടിഫിക്കറ്റുകളില്ല. മറിച്ച് എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്സിൽ 252 മാർക്ക് മേടിച്ചൊരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. 252 മാർക്ക് 10ാം ക്ലാസ്സിൽ മേടിച്ചൊരു ചെറുപ്പക്കാരൻ പ്രതിമാസം 2 ലക്ഷം രൂപ സാലറി മേടിക്കുന്ന ഒരു ഉന്നത കമ്പനിയുടെ മാനേജർ എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നി. വീണ്ടും അവനോട് സംസാരിച്ചപ്പോൾ ജീവിതത്തിൻ്റെ കഥകൾ അവൻ പങ്കുവെച്ചത് ഇപ്രകാരമാണ്. അവൻ പറഞ്ഞു, സിസ്റ്ററെ, അപ്പൻ മദ്യപാനി, അമ്മയും 2 പെങ്ങന്മാരും. ജീവിതത്തെ പോറ്റാൻ വേണ്ടി കൂലിപ്പണിക്ക് പോകുന്ന അമ്മയെ കണ്ട് നിരന്തരം വേദനിക്കുന്ന കുടുംബത്തിൽ ഞാൻ വളർന്നു വരുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് കൈ ചൂണ്ടി കാണിച്ചു തന്ന ഒരു സ്ഥലമുണ്ട്. 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, ഇന്നു മുതൽ നീ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കുകൊള്ളണം. കുർബാനയ്ക്ക് കൂടുന്ന അൾത്താര ശുശ്രൂഷയായി നീ വളരാൻ തുടങ്ങണം. അന്നു മുതൽ ഞാൻ ദേവാലയത്തിൻ്റെ അൾത്താരയിൽ കയറി കുർബാന പുസ്തകം എടുത്ത് പ്രാർത്ഥിച്ച് സഹായിക്കാൻ തുടങ്ങിയതാ. ഇന്ന് എനിക്ക് 30 വയസ്സ് പ്രായമുണ്ട്. ഇതുവരെ വിശുദ്ധ കുർബാന ഞാൻ മുടക്കിയിട്ടില്ല. 10ാം ക്ലാസ്സിൽ 252 മാർക്ക് മേടിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇനി പഠിപ്പിക്കാൻ പറ്റില്ല, കുഞ്ഞു ജോലി എവിടെയെങ്കിലും കൊച്ചു നോക്കണം. സങ്കടപ്പെട്ടും വേദനിച്ചും അവിടുന്ന് ട്രെയിൻ കയറി ബോംബെയിലെത്തി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഒരു ഹോട്ടലിൽ പാത്രം കഴുകാൻ ജോലി കിട്ടി. അവൻ അടുത്ത് ചെന്നൊരു പള്ളി കണ്ടുപിടിച്ച് അച്ഛനുമായി സംസാരിച്ച്, മലയാളി അച്ഛൻ സംസാരിച്ച് സങ്കടങ്ങൾ അറിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നിനക്കിവിടെ എൻ്റെ പള്ളിയിൽ താമസിക്കാം, ഇവിടെ കുർബാനയ്ക്ക് കൂടാം. ഇതിൽ പല സന്തോഷമുണ്ടോ 15 വയസ്സുകാരന്? അനുദിനം കുർബാനയിൽ പങ്കെടുത്ത് ഹോട്ടലിൽ പാത്രം കഴുകി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. അതാണ് ഈ വചനത്തിൻ്റെ ഹെഡിങ്, ദൈവഭക്തന് അനുഗ്രഹം. പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് ഇറങ്ങി വന്നത് ഇന്ന് അവൻ ഏത് കമ്പനിയുടെ മാനേജറാണോ ആ കമ്പനിയുടെ ഓണറുടെ രൂപത്തിലാണ്. അദ്ദേഹം പള്ളിയിൽ വന്നപ്പോൾ ഈ കൊച്ചുകുഞ്ഞിനെ ശ്രദ്ധിച്ചു. അച്ഛനോട് കാര്യങ്ങൾ സംസാരിച്ച് അച്ഛൻ റെക്കമെൻഡ് ചെയ്ത് ഇവനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പറഞ്ഞയക്കുകയാണ്. കൊച്ചു കാര്യങ്ങൾ ആദ്യം ചെയ്ത് പടിപടിയായി വളർന്ന് കമ്പനിയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ വീടുകൾ 3 നിലയുള്ള വീടായി മാറി. ഒരു സൈക്കിൾ പോലും അത് ചെറുപ്പക്കാരന് 5 വണ്ടികൾ കർത്താവ് സ്വന്തമായി കൊടുത്തു. വലിയ അനുഗ്രഹങ്ങൾ. ജീവിതം മൊത്തം അനുഗ്രഹിക്കപ്പെട്ടു. അപ്പം മാനസാന്തരപ്പെട്ട് സുവിശേഷ മേഖലയിലേക്ക് അപ്പം കടന്നു വന്നു. ജീവിതത്തെ കർത്താവ് എടുത്തെടുത്തങ്ങ് ഉയർത്തി. അവൻ എവിടെയൊക്കെയാണോ നഷ്ടപ്പെട്ടത് അതെല്ലാം 10 ഇരട്ടിയാക്കി കർത്താവ് കൊടുത്തു. വചനം പറഞ്ഞു വെക്കുകയാണ്, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികൾ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അവൻ പറയുകയാ, ഇന്ന് സിസ്റ്ററെ, ഞാൻ എപ്പോഴും കിട്ടുന്ന സമയം മുഴുവൻ വചനം വായിക്കും. വചനം വായിച്ചിട്ട് ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അവരെ ഈശോ സുഖപ്പെടുത്തും. തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ കണ്ടു സിസ്റ്ററെ. ഒരു 30 വയസ്സായ ചെറുപ്പക്കാരൻ്റെ ചോദ്യം കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവ് അവൻ്റെ കുടുംബത്തെ മാത്രമല്ല അനുഗ്രഹിച്ചേ, അവൻ്റെ ദേശത്തെ അനുഗ്രഹിച്ചു, അവൻ്റെ ഇടവകയെ അനുഗ്രഹിച്ചു, അവൻ മൂലം അനേകരെ ഈശോ അനുഗ്രഹിക്കും. അതാ ഈ വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ വചനം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ ചിത്രം നമ്മുടെ മനസ്സിലിരിക്കുന്നത് നല്ലതാണ്. ദൈവഭക്തന് അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് 1-ാമത്തെ വചനം പറഞ്ഞു, കർത്താവിനെ ഭയപ്പെടുകയും. ആരൊക്കെ കർത്താവിനോട് ഭയപ്പാട് കാണിക്കുന്നോ, സ്നേഹപൂർവ്വം ബഹുമാനം കാണിക്കുന്നോ, അവൻ കർത്താവിനോട് ചേർന്നിരിക്കാൻ തുടങ്ങും. അവനോടുകൂടി കർത്താവ് ചേർന്നിരിക്കുമ്പോൾ കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കർത്താവ് തന്നെ അവിടുത്തെ വഴികളിലൂടെ അവനെ നടത്താൻ തുടങ്ങും. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ വലിയ കാര്യങ്ങൾ, അതാ ജെറമ്യ 33:3, നീ എന്നെ വിളിക്ക്, നിന്റെ ബുദ്ധിക്ക് അതീതം നിഗൂഢം മഹത്വമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ദൈവഭക്തന് അനുഗ്രഹം വേണോ? കർത്താവിൻ്റെ വഴികളിലൂടെ നീ സഞ്ചരിക്കാൻ തുടങ്ങണം. അവനെ ഭയപ്പെടണം, അവൻ്റെ കൂടെ നടക്കാൻ തുടങ്ങണം. അപ്പോൾ നീ തൊടുന്നതൊക്കെ അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റാൻ തുടങ്ങും. ഇന്ന് പല മക്കൾക്കും കർത്താവിൻ്റെ കൂടെ നടക്കാൻ പേടിയാണ്. ചിലരൊക്കെ പറയും, കർത്താവിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അതുകൊണ്ട് എനിക്ക് കർത്താവിൻ്റെ വഴി വേണ്ട, കർത്താവിനെ വേണ്ടെന്ന് വിചാരിക്കുന്ന അനേകരുണ്ട്. എന്നാൽ എല്ലാവർക്കും സന്തോഷം വേണമെന്നാണ്, എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൂടാതെ, ദൈവത്തെ കൂടാതെ എനിക്കും നിങ്ങൾക്കും ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല.
വചനം ആദ്യം നമ്മെ പഠിപ്പിക്കുന്ന ബോധ്യം ഇതാണ്: കർത്താവിനെ ഭയപ്പെടുന്നവൻ, കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുന്നവൻ എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതാണ് സങ്കീർത്തന പുസ്തകം 1-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണും: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ സഞ്ചരിക്കുകയോ പരിഹാസങ്ങളുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അടുത്ത വചനം: നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊടിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവനെന്ന്. പ്രിയപ്പെട്ടവരെ, ഇനി നീ കർത്താവിൻ്റെ വഴിയിൽ നടക്കുമ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ട് 2-ാമത്തെ വചനം പറയുക: നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. അതായത് നിന്റെ ജോലിയെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങും, നിന്റെ വേലയെ കർത്താവ് അനുഗ്രഹിക്കും. അതാണ് 2-ാമത്തെ കാര്യം. നീ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിച്ചു. അതുമാത്രമല്ല, 2-ാമത്തെ കാര്യം, നിന്റെ വേലയെ ഈശോ അനുഗ്രഹിക്കാൻ തുടങ്ങുക, നിന്റെ ജോലി സ്ഥലത്തെ ഈശോ അനുഗ്രഹിക്കാൻ തുടങ്ങുക, നീ മൂലം ആ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങുക. കർത്താവിന് വെറുതെ ഇരിക്കാൻ അറിയില്ല. നിന്നെ അനുഗ്രഹിച്ചല്ലോ, ജോലി തീർന്നല്ലോ, അതല്ല കർത്താവിൻ്റെ ചിന്ത. എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടെ ആരൊക്കെ ചേർന്ന് നിൽക്കുന്നോ അവരെയെല്ലാം അനുഗ്രഹിക്കാൻ കർത്താവിൻ്റെ കരം ഇങ്ങനെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് യോഹന്നാൻ 5:17: എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. പിതാവ് പ്രവർത്തിക്കുന്ന പോലെ തന്നെ പുത്രനും നിരന്തരം നിരന്തരം പ്രവർത്തിക്കുകയാണ്. വചനത്തിൽ ഇങ്ങനെ വായിക്കും: മനുഷ്യ മക്കളുടെ ഇടയിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാൻ കർത്താവിൻ്റെ കണ്ണ് ഭൂമിയിലുടനീളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. തന്നെ അന്വേഷിക്കുന്ന മക്കളുടെ ഇടയിലേക്ക് അനുഗ്രഹം ചൊരിയാൻ കർത്താവിൻ്റെ കണ്ണ് ഭൂമിയിലുടനീളം ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ കാണും, ഈ വചനം പറഞ്ഞു വെക്കുമ്പോൾ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 23-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും: നീ വിതയ്ക്കുന്ന വിത്തിന് ഞാൻ സമൃദ്ധി നൽകും, നിന്റെ ധാന്യം ധാരാളമായി വിളയുകയും ചെയ്യുമെന്ന് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് വേലയെ അനുഗ്രഹിക്കുന്ന, ജോലിയെ അനുഗ്രഹിക്കുന്ന, ചെയ്യുന്ന കാര്യങ്ങളെ അനുഗ്രഹിക്കുന്ന അവസ്ഥ. ആ ആദ്യത്തെ ചെറുപ്പക്കാരനോട് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ഓരോ ദിവസവും 1000 കോടി പ്രൊജക്റ്റുകളുടെ ചെക്കുകൾ ഞാൻ എന്ന വ്യക്തി ഒപ്പിടുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ, എനിക്കെന്ത് യോഗ്യത. ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ഇല്ലാത്ത ചെറുപ്പക്കാരൻ, 252 മാർക്കുള്ള ചെറുപ്പക്കാരൻ കമ്പനിയുടെ 1000 കോടിയുടെ പ്രൊജക്റ്റുകൾ ഒപ്പിടുകയാണ്. ഇവൻ തന്നെ കമ്പനിക്ക് വേണ്ടി ഓരോ മന്ത്രിമാരുടെ ഓഫീസുകളിൽ 4-5 മണിക്കൂറുകൾ ഒറ്റയ്ക്ക് പോയിരുന്ന് സംസാരിക്കും. അവൻ്റെ അതരത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. അവൻ ചെയ്യുന്ന ജോലിയെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ജോലി റിസൈൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ കമ്പനി പറഞ്ഞു, 5 ലക്ഷം രൂപ നിനക്ക് പ്രതിമാസം തരാം, നീ പോകരുത്, കമ്പനി തകരും. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് കർത്താവിന് നീ വിലയിടാൻ പോകുന്ന സമയം. നിന്റെ ജോലി നീ എവിടെയായിരിക്കുന്നു അവിടെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നീ കർത്താവിന് വില കൊടുത്തേ നീ പോകുന്നിടത്തെല്ലാം ഈശോ നിനക്ക് വിലയിടാൻ തുടങ്ങും. നിനക്ക് അധികാരികളോ നിൻ്റെ ഓഫീസിലെ മാനേജറോ അല്ല വിലയിടേണ്ടത്, മറിച്ച് നിൻ്റെ കർത്താവ് നിനക്കൊരു വിലയിട്ടാൽ ആ വില ഇടിഞ്ഞു പോവില്ല. നമുക്കറിയാം, മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇന്ന് ഡീസലിന് വില കൂടിയാൽ നാളെ ചിലപ്പോൾ കുറയും, ഇന്ന് പെട്രോളിന് വില കൂടിയാൽ നാളെ വീണ്ടും കൂടുന്നതായിരിക്കും. സ്ഥിരതയില്ലാത്തതാ. എന്നാൽ യേശു ഒരു വിലയിട്ടാൽ ആ വിലയ്ക്ക് മാറ്റമില്ല. കർത്താവിൻ്റെ വില തുച്ഛമായതല്ല. സ്വർണത്തേക്കാൾ, തനി തങ്കത്തേക്കാൾ വലുതായ വില കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കിടും. തൻ്റെ ജോലി മേഖലകളിൽ ഈശോ ഇടും. അത് വേണോ നിനക്ക്? വേണമെങ്കിൽ വചനം പറഞ്ഞു വെക്കുകയാ, കർത്താവിനെ ഭയപ്പെടണം, അവൻ്റെ വഴികളിലൂടെ നീ സഞ്ചരിക്കണം. അപ്പോൾ നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും, തിന്മ തീണ്ടാൻ അവിടുന്ന് അനുവദിക്കില്ല. 3-ാമത്തെ വചനം നാം കാണും: നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുമായിരിക്കും. അതായത് കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, ഞാൻ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. 3-ാമത്തെ കാര്യം അതാ, ദൈവഭക്തന് കർത്താവ് കൊടുക്കാൻ പോകുന്ന അനുഗ്രഹം. 1, അവൻ്റെ ജീവിതത്തെ അനുഗ്രഹിച്ചു. 2, അവൻ്റെ ജോലി അനുഗ്രഹിച്ചു. 3-ാമത്തെ കാര്യം, അവൻ്റെ വിവാഹ ജീവിതത്തെ അനുഗ്രഹിച്ചു. 4-ാമത്തെ കാര്യം, അവൻ്റെ മക്കളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇവിടെ ഒരു ഇമേജ് പറയുകയാണ്, ഒലിവ് തൈകൾ. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ അവരുടെ കാർഷിക വൃത്തിയിൽ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഒരു കൃഷിയാണ് ഒലിവ് കൃഷി. ഈ ഒലിവിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച്, അതിൻ്റെ സ്ട്രെങ്തിനെക്കുറിച്ച്, അതിൻ്റെ ഭംഗിയെക്കുറിച്ച്, മനോഹാരിതയെക്കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് നന്നായിട്ടറിയാം. അവരുടെ മേശപ്പുറത്ത് പോലും ഒലിവിൻ്റെ ശാഖകൾ വെച്ചിരിക്കും. അത് സ്ട്രെങ്തിനെക്കുറിച്ചും അവരുടെ ആഠ്യത്വത്തെക്കുറിച്ചൊക്കെ കാണിക്കാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് വചനം പറഞ്ഞു വെക്കുകയാണ്,
നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കുമെന്ന്. അതായത് നീ കർത്താവിൻ്റെ വഴിയെ നടക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ മക്കളെ നിൻ്റെ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങും. ബ്ലെസ്സിങ്, വലിയൊരു പ്രൊഡക്ടിവിറ്റി, അതായത് ചെറുതല്ല, ഇരട്ടിപ്പിൻ്റെ അനുഭവം. കുടുംബത്തിലേക്ക് ഐശ്വര്യം ഇരട്ടിയായി, മക്കളുടെ ഭാവിയിൽ ഐശ്വര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഇരട്ടിയായി വരികയാണ്. ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ കുടുംബജീവിതങ്ങളെ പരിചയപ്പെടുമ്പോൾ കാണുകയാണ് ഓരോന്നും തകർന്ന് തരിപ്പണമാകുന്നൊരവസ്ഥ. എവിടെയൊക്കെയാണോ താഴ്ചകൾ നമുക്ക് പറയാനറിയില്ല, ഓരോ സ്ഥലത്തും ചെന്നുപെടും, വീണ്ടും പെട്ടുപോകുന്ന അവസ്ഥയിൽ. പഠിക്കാനായിട്ട് ഡൽഹിക്കൊക്കെ പോയിട്ട് അവിടെ ചെന്ന് സാത്താൻ സേവാ സംഘത്തിലകപ്പെട്ട് മാനസിക വിഭ്രാന്തിലകപ്പെട്ട് തിരിച്ചു വരുന്ന അനേകം മക്കൾ ഓരോ ദിവസവും കണ്ടുമുട്ടുമ്പോൾ നെഞ്ചിനൊരു വേദനയാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞു വെക്കുകയാണ്, കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അവൻ വെറുതെ ഇരിക്കില്ല. നിൻ്റെ കുടുംബജീവിതത്തെ, നിൻ്റെ ജീവിത പങ്കാളിയെ, നിൻ്റെ മക്കളെ ഒക്കെ അനുഗ്രഹിക്കും. ഒലിവ് തൈകൾ പോലെ അവർ പുഷ്ടിയുള്ളവരും സ്ട്രെങ്തുള്ളവരും അവർ കരുത്തുള്ളവരും ശക്തരും ധീരരുമായി മാറണമെന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ, യുവത്വമുള്ളവരായി മാറണമെങ്കിൽ നീ കർത്താവിനെ ഭയപ്പെടണം. അതാണ് 1, 2, 3 വചനങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുക. ഇനി ഈ സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു വശമാണ്, ജീവിതത്തിൻ്റെ കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കർത്താവിനെ ഭയപ്പെടുന്നവൻ എന്തൊക്കെ കിട്ടുമെന്ന് ആദ്യത്തെ വചനഭാഗം 1, 2, 3 പറഞ്ഞെങ്കിൽ, ഇനി കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ് സങ്കീർത്തകൻ നടത്തുക. അതാണ് 4-ാമത്തെ വചനം. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. ഇപ്രകാരം അനുഗ്രഹീതനാകും എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും, എല്ലാ ദിവസങ്ങളും, എൻ്റെ ലൈഫ്, നിൻ്റെ ജീവിതത്തിൻ്റെ ഫുൾ, നീയാകുന്ന വ്യക്തി, നിൻ്റെ പ്രിയപ്പെട്ടവർ, നിൻ്റെ കുടുംബം, ദേശം എല്ലാം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. കർത്താവ് സിയോനിൽ നിന്ന് കൈ നീട്ടി നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കും, 23-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. നമ്മൾ ഈ വചനം പലതവണ വായിച്ചിട്ടുണ്ട്, നമുക്കറിയാം, കാണാപ്പാഠം പഠിച്ചിട്ടുള്ളതാണ്. കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവില്ല എന്ന 23-ാം സങ്കീർത്തനം 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഇതാണ് ജീവിതത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ കാണുന്നത്. ഇനി ഇതെൻ്റെ വ്യക്തി ജീവിതത്തിലാണ് കർത്താവ് തന്നതെങ്കിൽ, അടുത്ത കാര്യം, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള, എൻ്റെ സൊസൈറ്റിയിലുള്ള, എൻ്റെ സമൂഹത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കാൻ അവിടുന്ന് കൈനീട്ടാൻ പോവുകയാണ്. അതാണ് 122-ാം സങ്കീർത്തനം 6 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക. ജെറുസലേമിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാവട്ടെ. ആ ക്ലോസ് പ്രധാനപ്പെട്ടതാണ്. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാവട്ടെ. എന്നെ എൻ്റെ കർത്താവ് സ്നേഹിച്ചാൽ എന്നെ ആരെങ്കിലും സ്നേഹിക്കുക. ഓൾറെഡി എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ അവന് ഐശ്വര്യമുണ്ടാവട്ടെ എന്ന് കർത്താവ് വചനം പറയുക. നിൻ്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിൻ്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാവട്ടെ. എൻ്റെ സഹോദരരുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ ഞാൻ ആശംസിക്കുന്നു, നിനക്ക് സമാധാനം. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തെ പ്രതി ഞാൻ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം ഒരു ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ അവിടെയുള്ള മക്കളോട് ചോദിക്കാൻ പ്രചോദനം വരിക, സമ്പത്താണോ, വിവാഹം നടക്കലാണോ, ജോലിയാണോ, സമാധാനമാണോ, എന്താ വേണ്ടത്? ഒന്നടങ്കം ജനത മൊത്തം പറഞ്ഞു, കർത്താവെ, ഞങ്ങൾക്ക് സമാധാനം മതി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ സമാധാനം പെയ്തിറങ്ങുന്നൊരവസ്ഥയാണ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരവസ്ഥയാണത്. അതാണ് എനിക്ക് വേണ്ടത്. കർത്താവ് സിയോനിൽ നിന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണട്ടെ. 6-ാമത്തെ വചനം, മക്കളുടെ മക്കൾ കാണാൻ നിനക്കിടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടാവട്ടെ. 125-ാം സങ്കീർത്തനത്തിൽ 128-ാം സങ്കീർത്തനത്തിൽ ഒക്കെ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, സമാധാനം. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് എപ്പോഴും ദൈവത്തോടൊപ്പം ഇരുന്ന് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, മാതാവിൻ്റെ മടിയിൽ ശാന്തമായിരിക്കുന്ന ശിശുവിനെ പോലെ ഞാൻ എന്നെ തന്നെ ശാന്തനാക്കി. വലിയൊരു ശാന്തതയിലേക്ക് നമ്മൾ വരണമെങ്കിൽ ദൈവഭക്തൻ്റെ ജീവിതം കർത്താവിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയാവണം. കർത്താവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായി ഞാനും നിങ്ങളും മാറണം. ആ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായി സ്നേഹത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്. കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന, മടിയിലിരിക്കാൻ പറ്റുന്ന, ചേർത്തിരിക്കാൻ പറ്റുന്ന ഒരു കർത്താവ്
ഈ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയ കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരോട് നിരീക്ഷിക്കുന്ന സങ്കീർത്തകൻ മറ്റൊരു സങ്കീർത്തനത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനും അത് ഓർക്കാറുണ്ട്. വിശുദ്ധരുടെ ജീവിതങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇറങ്ങി വന്ന് ചേർത്ത് പിടിക്കുന്ന വിശുദ്ധരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കർത്താവ് ഇറങ്ങി വന്നിട്ട് വിശുദ്ധരെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. എൻ്റെ മനസ്സിലൊരു ചിന്ത എപ്പോഴും നിൽക്കും. ഒരു കൊച്ച് സിസ്റ്ററാകാൻ ആഗ്രഹിച്ച് മടത്തി വന്നു. 5-6 വർഷങ്ങൾക്ക് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അതിന് കുഷ്ഠം പിടിപെട്ടു. കുഷ്ഠം പിടിപെട്ടിരിക്കുമ്പോൾ ആ സമയത്ത് മരുന്നുകൾ അധികം ഇല്ലാത്തൊരവസ്ഥയാണ്. മഠത്തിലായിരിക്കാൻ പറ്റില്ല. മഠത്തിന് വെളിയിൽ പുറത്ത് ഒരു സ്ഥലത്ത് ആ കുട്ടിയെ താമസിപ്പിച്ചിരിക്കുക സിസ്റ്ററിനെ. അച്ഛനവിടെ പള്ളിയിൽ മഠത്തിനകത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് വിശുദ്ധ കുർബാനയുമായി വരാറുണ്ട്. വിശുദ്ധ കുർബാനയുമായി വരുമ്പോൾ കൈവെള്ളയിൽ വിശുദ്ധ കുർബാന വെച്ചു കൊടുക്കുന്ന പതിവുമുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ച് സന്തോഷത്തോടെ ജീവിച്ചു പോകുമ്പോൾ ഒരു ദിവസം വൈദികൻ വിശുദ്ധ കുർബാനയുമായി കടന്നു വരുമ്പോൾ ആഗ്രഹിച്ച് കാത്തിരുന്ന് ഈശോയെ സ്വീകരിക്കാനിരിക്കുമ്പോൾ കൈകൾ നീട്ടിപ്പിടിച്ചപ്പോൾ കുഷ്ഠം കൈകൾക്കകത്ത് താഴെപ്പെട്ട് ബാധിച്ചിട്ട് കൈകൾ വെള്ളയ്ക്കകത്തുകൂടി പുഴുക്കൾ ഇറങ്ങുന്ന വൈദികൻ കണ്ടു. പുഴു പിടിക്കുന്ന കൈകൾക്കകത്തേക്ക് വിശുദ്ധ കുർബാന വെച്ചു കൊടുക്കാൻ ഭയപ്പെട്ടിട്ട് വൈദികൻ കുർബാനയുമായി തിരിച്ചു പോകുമ്പോൾ കണ്ണുനീരോടെ നെഞ്ചുപൊട്ടി ഈശോയോട് ചോദിച്ചു, ഈശോയെ നീ എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ എന്ന്. തൊട്ടടുത്ത് രാജാതിരാജനായ യേശു, സാക്ഷാൽ യേശു ക്രിസ്തു അവളുടെ അടുക്കലേക്ക് ചേർന്ന് വന്ന് അവളെ കെട്ടിപ്പിടിച്ചെന്ന് ചരിത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവ് നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ സാഹചര്യങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളെ വ്യക്തിപരമായി അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റണം. അങ്ങനെ കാണാൻ പറ്റിയാൽ കർത്താവ് നിനക്ക് സംതൃപ്തിയുള്ള, ഏറ്റവും വലിയ സ്നേഹമുള്ള ഒരു ജീവിതം തരാൻ പോവുകയാണ്. അതാണ് കർത്താവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ 128 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ വെറുതെ വായിച്ച് കടന്നു പോകരുത്. എന്നെ അനുഗ്രഹിക്കുന്ന കർത്താവ്, പ്രതീക്ഷയായിരിക്കണം. വലിയ ആനന്ദത്തോടെ വായിക്കണം. എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ മക്കളെ, എൻ്റെ ജോലി, എൻ്റെ ദേശം, എൻ്റെ കുടുംബം മൊത്തം അനുഗ്രഹിക്കാൻ തിരുമുറിവിൻ്റെ കരം നീട്ടുന്ന യേശു, തിരുമുറിവ് ശിരസ് വെച്ച് എന്നെ അനുഗ്രഹിക്കുന്ന എൻ്റെ യേശു, ആ യേശുവിനെ നമ്മൾ ചങ്കോട് ചേർക്കട്ടെ. അതിനുള്ള കൃപ ഈശോ നമുക്ക് തരട്ടെ. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഓരോ സങ്കീർത്തനത്തിലും നമ്മളെ ഒരുപാട് കാര്യം കർത്താവ് പഠിപ്പിക്കുകയാണ്. ദൈവഭക്തൻ്റെ കൊടുത്തിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് തരണം. ദൈവഭക്തൻ, കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതരാകും. 128 സങ്കീർത്തനത്തിൽ എല്ലാം മറന്നാലും ഈ വചനം മറക്കരുത്. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതരാകും. ഇപ്രകാരം എന്ന് വെക്കുമ്പോൾ കുടുംബം മൊത്തം, ദേശം മൊത്തം, ഞാൻ എന്ന വ്യക്തി മുഴുവൻ, പ്രിയപ്പെട്ടവരെ, അതിനുള്ള കൃപ നമുക്ക് ഈശോയോട് ചോദിക്കാം. കർത്താവെ, തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കുട്ടിപ്പിടിക്കാം. നല്ല ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. നിന്നിൽ ആശ്രയിച്ച് നീ ഞങ്ങളെ നടത്തുന്ന വഴികളിലൂടെ ചേർന്ന് നടക്കാൻ ഞാനും കുടുംബവും പ്രിയപ്പെട്ടവരുമെല്ലാം നിന്നോട് ചേർന്ന് ജീവിക്കാൻ കൃപ തരണം ഈശോയെ. അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ നേരെ നീട്ടണം. ഹൃദയം നിറയെ വലിയ സമാധാനം, നിൻ്റെ വലിയ സാന്നിധ്യം, ദൈവ സാന്നിധ്യം അതെപ്പോഴും അനുഭവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം ഈശോയെ. ഞങ്ങളുടെ കണ്ണുകളിൽ, കാതുകളിൽ, ഹൃദയത്തിൽ, ശരീരത്തിൽ, മനസ്സിൽ എല്ലാം വിശുദ്ധി നിറഞ്ഞവരായി ദൈവത്തോടൊപ്പം ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്തുതിയും മഹിമയും ആരാധനയും അങ്ങേക്ക് നിത്യം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.